ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇറ്റ്സ് മീ എ കെ ഗെയിമിംഗ്. ഗൈസ്, നമ്മൾ കുറേ കാലങ്ങളായിട്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ട് ഏകദേശം ഒരു മാസത്തോളമായി ഗൈസ് നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വന്നിട്ട്, അത് ലോങ് വീഡിയോ. സോ ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടും അതുപോലെ തന്നെ ഫണ്ണി ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അതായത് ഗൈസ്, നമ്മുടെ മലയാളം ആക്ടേഴ്സിന്റെ ഫ്രീ ഫയർ അക്കൗണ്ട് നമ്മുടെ ഫ്രീ ഫയറിനകത്തുണ്ട് ഗൈസ്. അതെ, അവനൊന്നും പണ്ട് കാര്യമില്ല, ഉണ്ട് എനിക്കറിയാം, ഞാനത് കാണിച്ചു കൊടുക്കും. അപ്പോൾ ഗൈസ്, അത് കാണിക്കുന്ന ഒരു വീഡിയോ ആയിരിക്കും നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. ഏകദേശം 5, 6 നിങ്ങളുടെ ഫേവറേറ്റ് ലിസ്റ്റിൽ കിടക്കുന്ന 5, 6 അല്ലെങ്കിൽ 7 ആൾക്കാരുടെ, അതായത് മൂവി ആക്ടേഴ്സിന്റെ ഫ്രീ ഫയർ അക്കൗണ്ട് നമ്മൾ ഇതിൽ കൂടെ നോക്കുന്നുണ്ടാവും. സോ ഒരു വീഡിയോയ്ക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ തന്നെ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് കൊടുത്തേക്കുക. വീഡിയോയുടെ ഹൈപ്പ് ബട്ടൺ ഇല്ല, അതും ഒന്ന് ക്ലിക്ക് ചെയ്തൊന്ന് ഹൈപ്പ് ചെയ്ത് വിട്ടോളൂ കേട്ടോ. സോ ഗൈസ്, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. അതെ ഗൈസ്, നമ്മുടെ 1990 കാലഘട്ടങ്ങളിൽ നമ്മുടെ ഫ്രീ ഫയർ ഭരിച്ചേർന്ന കുറെ യൂട്യൂബേഴ്സ് ഉണ്ട് ഗൈസ്. അതും അവർക്ക് വി ബാഡ്ജ് ഉണ്ടായിരുന്നു. സോ അവരുടെ ഫ്രീ ഫയർ അക്കൗണ്ട് നമുക്കൊന്ന് കാണാം. നമ്മുടെ ഫസ്റ്റത്തെ ലിസ്റ്റിൽ ഗൈസ് നമ്മൾ വെച്ചിട്ടുള്ള ആരാന്നറിയോ ഗൈസ്? നമ്മുടെ സ്വന്തം ലൂസിഫറിലൊക്കെ അഭിനയിച്ച നമ്മുടെ മോഹൻലാൽ ഗൈസ്. ഓക്കെ, നമ്മുടെ മോഹൻലാലിന്റെ ഫ്രീ ഫയർ അക്കൗണ്ടാണ് നമ്മൾ ഫസ്റ്റ് എടുത്ത് നോക്കാൻ വേണ്ടി പോണേ. സോ ഗൈസ്, നമുക്ക് ജസ്റ്റ് ഇവിടെ എടുക്കുക, ഇവിടെ ആഡ് കൊടുക്കുക. ഇവിടെ ഗൈസ് നിങ്ങൾ മോഹൻ ലാലിന് ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുത്താൽ മതി ഗൈസ്. ഓക്കെ, അപ്പൊ ഇവിടെ ഇതാണ് നമ്മുടെ ലാലേട്ടന്റെ അക്കൗണ്ട്. നോക്കുകയാണെങ്കിൽ 30 ഡേയ്സോളം ഇനാക്റ്റീവ് ആയിട്ടാണ് നമ്മുടെ ലാലേട്ടന്റെ അക്കൗണ്ട് കിടക്കണേ. വിഷമമുണ്ട് കേസ്, കാരണം പണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വൺ ടാപ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കേസ് ലാലേട്ടനെ കഴിഞ്ഞിട്ടുള്ളൂ. S26 FE ആ ഫോൺ വെച്ചിട്ടായിരുന്നു കേസ് ലാലേട്ടൻ പണ്ട് കളിച്ചേർന്നത്. ഇപ്പൊ അതിന്റെ കുറെ ഫേക്ക് മോഡൽസ് ഒക്കെ ഇറങ്ങിയിട്ട്, പക്ഷെ ലാലേട്ടൻ കളിച്ച മൊബൈല് മുത്തേ അജാതി പ്ലെയർ ആയിരുന്നു കേസ് നമ്മുടെ ഫ്രീ ഫയറിലെ. ഇപ്പൊ നോക്കുകയാണെങ്കിൽ 10 ലെവല്. കാരണം പണ്ടത്തെ ID ആളുടെ ബാനായി പോയത്. കാരണം 90s കാലഘട്ടങ്ങളിൽ കളിച്ചേർന്ന ഒട്ടുമിക്ക ഫ്രീ ഫയർ പ്ലെയേഴ്സിന്റെയും ഫ്രീ ഫയർ അക്കൗണ്ട് ബാൻ ആയിട്ടുണ്ട്. ഓക്കെ, 20സിലേക്ക് വന്നപ്പോൾ നിങ്ങൾ ചിന്തിച്ച് വെച്ചേക്കാട്ടാ. അപ്പോൾ ഇവിടെ 10 ലെവൽ കാണിക്കുന്നുണ്ട്. പിന്നെ ഇതേ പുയ്യാപ്പാസിന്റെ ഈ അടുത്ത് എടുത്തിട്ടുണ്ട്, പിന്നെ കളിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ 2 പുയ്യാപ്പാസ് അക്കൗണ്ട് കളിച്ചിട്ടുള്ളൂ. നോക്കുക, ഇതും ഈ ഒരു പുയ്യാപ്പാസും അതേപോലെ തന്നെ ഇതും. അപ്പൊ ഈ ഒരു പുയ്യാപ്പാസിൽ കയറിയത് ആരാന്ന് നോക്കുകയാണെങ്കിൽ നമ്മുടെ പ്രണവേട്ടനാട്ടാ. പ്രണവേട്ടൻ കയറിയിട്ട് എന്നായിട്ട് എന്നായിട്ട് 1v1 ഒക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു. വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിച്ചാൽ മതിട്ടാ. എന്താ മോനെ ഇങ്ങനെ? ഗൈസ്, അപ്പോ ഇതാണ് നമ്മുടെ ലാലേട്ടന്റെ ഫ്രീ ഫയർ അക്കൗണ്ട് അവസ്ഥ. ഇത് ബ്രോൺസ്, രണ്ടും ബ്രോൺസിലാ കിടക്കണേ. ഇപ്പൊ കുറെ ഷൂട്ടിംഗ്, ഇപ്പൊ ദൃശ്യം 3 ഇറങ്ങിയില്ലേ, അങ്ങനെ ഷൂട്ടിങ്ങിന്റെ തിരക്കൊക്കെ ആയതുകൊണ്ടാണ് ഇപ്പൊ ഒരു ലാഗിൽ നിൽക്കണത്. ഇത് കഴിഞ്ഞാൽ മച്ചാൻ ലൈവ് സ്ട്രീമിംഗ് ഒക്കെ ആയിട്ട് കംബാക്ക് വരുന്നതാണ് കേട്ടത്. ഓക്കെ, അപ്പൊ ഗൈസ്, അടുത്തത് നമ്മൾ ഇൻസ്പെക്ട് ചെയ്യാൻ പോണത് ആരുടെ ഐഡിയ നോക്കണമെന്നുണ്ടെങ്കിൽ ഗൈസ്, നിങ്ങളെല്ലാരും ഫേവറേറ്റ് ആയിട്ട് കുറെ പേര് പറഞ്ഞ ഒരു ഐഡിയ ഉണ്ട് ഗൈസ്. അതെ, നമ്മുടെ സ്വന്തം മമ്മൂക്കയുടെ അക്കൗണ്ട് കേട്ടാ. ജസ്റ്റ് നിങ്ങൾ ഇവിടെ മമ്മൂട്ടിന്ന് അടിച്ചു കൊടുത്താൽ മതി, അപ്പൊ തന്നെ നിങ്ങൾക്ക് ഇവിടെ അക്കൗണ്ട് വരും. കണ്ട, ഇതിൽ ഗൈസ് നമ്മുടെ ഈ ഒരു അക്കൗണ്ട് നമ്മുടെ മമ്മൂട്ടിയുടെ അക്കൗണ്ട് എന്ന് പറയാച്ച ഗൈസ്. ഇതിൽ മിസ്റ്റീരിയസ് ആയിട്ട് നമുക്ക് പറയാനുള്ളതെന്ന് പറയുകയാണെങ്കിൽ 12 ലെവലിൽ 1 ലൈക്ക് മേടിച്ചൊരു അത്രയും പെട്ടായിട്ട് കളിച്ചേർന്ന ഒരു പ്ലെയർ ആണ് കേട്ടോ നമ്മുടെ മമ്മൂക്ക. അപ്പോൾ മമ്മൂട്ടിക്ക് കിടക്കട്ടെ കേസ് ഒരു ലൈക്ക്. ഇത്രയും എഫേർട്ട് ഇട്ടിട്ടുള്ള അക്കൗണ്ടാ. പണ്ടത്തെ അക്കൗണ്ടൊക്കെ ബാനായി. അതേതാണ്ട് 115 ലെവലും കണ്ടുണ്ടായിരുന്നു ഞാൻ കാണുന്ന സമയത്ത് 90സിലെ. അപ്പോ ഇപ്പൊ നോക്കുകയാണെങ്കിൽ രണ്ട് ബുയാപ്പാസ് തന്നെ കളിച്ചിട്ടുള്ളൂ. നമ്മുടെ മോഹൻലാലായാലും മമ്മൂട്ടിയായാലും ഇവരൊക്കെ ഒരു സ്ക്വാഡാ ഗൈസ്. അതായത് ഒരു കാരവാനിൽ ഇരുന്നിട്ട് ഗെയിം കളിക്കുന്ന ടീംസ് ആണ്. സോ അങ്ങനെ ഇവരിതേ കളിച്ച്, ഇതും ബ്രോൺസ് തന്നെയാണ്. റൂം കളിക്കാൻ മാത്രമേ കയറാറുള്ളൂ, ഹെഡ് ഷോട്ട് റേറ്റ് ഒന്നും ഉണ്ടാവില്ല. നമ്മുടെ അലോക്കിനാണ് ഇട്ടിട്ടുള്ളത്. പണ്ട് മോഹൻലാൽ എന്റെ ഗ്രൂപ്പിൽ വന്നിട്ട് എന്നോട് ചോദിച്ചിട്ടുണ്ട് ഗൈസ്, അലോക്കിനെ തരുമോ ബ്രോ? എന്താ ബ്രോ, കുറെ കാലമായില്ലേ ബ്രോ, ഞാൻ അലോക്കിനൊന്നും ഇട്ടിട്ട് കളിച്ചിട്ടില്ല, എനിക്കൊരു അലോക്കിനെ തരുമോ എന്നൊക്കെ ചോദിച്ചു വന്നേർന്ന മോഹൻലാലിനെയും മമ്മൂട്ടീനൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. എന്ത് പറയാനാ ഗൈസ്, ഇവരൊക്കെ ഫ്രീ ഫയർക്ക് വീണ്ടും വന്നെങ്കിൽ ബെല്ലാത്തി കാര്യായേനെ. അപ്പൊ ഗൈസ്, ഇതാണ് നമ്മുടെ മമ്മൂട്ടിയുടെ ഫ്രീ ഫയർ അക്കൗണ്ട് ഗൈസ്. ഓക്കെ, അപ്പൊ ലാസ്റ്റ് നിങ്ങൾ പറയണം നിങ്ങളുടെ ഫേവറേറ്റ് ആക്ടറിന്റെ അക്കൗണ്ട് ഏതാണെന്നുള്ളത് കമന്റ് ചെയ്യാൻ മറക്കണ്ടാട്ടാ. ഓക്കെ, അതേപോലെ തന്നെ ഗൈസ്, ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു യൂട്യൂബർ ഉണ്ട്. അതേപോലെ തന്നെ ഗൈസ്, അദ്ദേഹം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫേമസ് വെച്ചാൽ അത്ര അധികം ഫേമസ്. ഓക്കെ, മലയാളം ആക്ടേഴ്സിൽ തന്നെ കില്ലാടി ആയിട്ടുള്ള ഒരു ആക്ടറാണ് ഗൈസ്. ഓക്കെ, നിങ്ങളുടെ മനസ്സിൽ ആളുടെ പേര് വന്നിട്ടുണ്ടാവും. ആരായിരിക്കും? ആരായിരിക്കും? ഏ ഏ ഏ പറ, ആരായിരിക്കും? അതെ ഗൈസ്, നമ്മുടെ സ്വന്തം ടൊവിനോ തോമസിന്റെ അക്കൗണ്ടാണ് ഗൈസ് നമ്മൾ ഇൻസ്പെക്ട് ചെയ്യാൻ വേണ്ടിട്ട് പോണേ. സോ ഒന്നുമില്ല, ഇവിടെ ജസ്റ്റ് ടൊവിനോ എന്ന് അടിച്ചാൽ മതി, കാരണം അത്രയും ഫേമസ് ആയിട്ടുള്ള അക്കൗണ്ട് ആയതുകൊണ്ടാണ് ഇതില്. ഓക്കെ ഗൈസ്, ടൊവിനോ തന്നെ. ഓക്കെ, ടൊവിനോ തന്നെ അദ്ദേഹത്തിന്റെ
ഫേക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മെയിൻ അക്കൗണ്ട് കാണണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഈ വീഡിയോക്ക് 1K ലൈക്ക് ആയിക്കോളോ. അതേപോലെ തന്നെ ഈ അക്കൗണ്ട് നോക്കുകയാണെങ്കിൽ 20 ലെവൽ ഉണ്ട്. അതേപോലെ തന്നെ 5 ലൈക്ക് ഉണ്ട്. ഞാൻ ദേ ഒരെണ്ണം കൂടി 6 കൊടുത്തിട്ടുണ്ട്. ഇവിടെ നോക്കുകയാണെങ്കിൽ പഴയ പ്ലെയർ ആണ്. ഓക്കെ, പഴയ എലൈറ്റ് പാസ്, അതായത് ബാക്കപ്പ് അക്കൗണ്ട് ആണ്, ഫേക്ക് അക്കൗണ്ട് ഞാൻ തെറ്റി പറഞ്ഞത്. അതൊരു ബാക്കപ്പ് അക്കൗണ്ട് ആണ് നമ്മുടെ ടൊവിനോ ചേട്ടന്റെ. സോ നോക്കുക വെച്ചാൽ ഇവിടെ ഫോക്സ് അങ്ങനെ കുറച്ച് ലൈറ്റ് പാസിന്റെ അവിടെ, പിന്നെ ബുയ്യ പാസ് തീരെ ഓപ്പൺ ചെയ്തിട്ടില്ല ഗൈസ്. ഞങ്ങൾ രണ്ടുപേരും കൂടി 1v1 കളിക്കുന്ന ഒരു വീഡിയോ ഉണ്ട് ഫ്രീ ഫയറിൽ. 1 ടാപ്പ് ഓൺലി 1v1 കളിക്കുന്ന ഒരു വീഡിയോ. അത് വേണമെന്നുള്ളവർ ഇപ്പൊ തന്നെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്തോളൂട്ടാ ഗൈസ്. ഇതാണ് അപ്പൊ നമ്മുടെ ടൊവിനോ ചേട്ടന്റെ ഫ്രീ ഫയർ അക്കൗണ്ട് എന്ന് പറയാ. എങ്ങനെ എടാ എനിക്ക് വിഷമാവുന്നറാ എന്നുവെച്ചാല് ഇവരൊക്കെ ഇപ്പോഴും നമ്മുടെ ഫ്രീ ഫയറിൽ ഉണ്ടെങ്കിൽ ഈ ഹാക്കേഴ്സ് ഒക്കെ പൊടി തട്ടിപ്പോയേനെ ഗൈസ്. കാരണം ഇവരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീ ഫയർ മായാജാലം കാഴ്ചവെച്ചേക്കണ പ്ലെയേഴ്സ്, അത്രയും വലിയ വലിയ പ്ലെയേഴ്സാ. കുടുക്ക പൊട്ടിക്കും ഹാക്കേഴ്സിന്റെ. അത്രയും ലെജൻഡറി ആയിട്ടുള്ള പ്ലെയേഴ്സാ ഗൈസ് ഇവരൊക്കെ. ഇവരൊക്കെ ഫ്രീ ഫയർ നിർത്തി കളിക്കും. നല്ല രീതിക്ക് സങ്കടമുണ്ട്. ഞാൻ ഒരു കാര്യം ചെയ്യുമ്പോൾ ഞാൻ അവരെ വിളിച്ചിട്ട് വരാം. നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് നമ്മുടെ മോഹൻലാല് ഒഫീഷ്യലായിട്ട് ഫ്രീ ഫയർ കളി തുടങ്ങാൻ പറയുന്നുണ്ട്, പറഞ്ഞിരിക്കും ഗൈസ്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ടൊവിനോ ചേട്ടന്റെ അക്കൗണ്ട്. പേര് നോക്കണ്ട, അത് നമ്മുടെ പിള്ളേരായിട്ട് തന്നെ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. സോ ഇനി ആരുടെ ഗൈസ് ഇനി ആരുടെ അക്കൗണ്ടാണ് നമ്മളെടുത്ത് നോക്കാൻ പോണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ് അപ്പൊ ഇനി ഞാൻ ആരുടെ അക്കൗണ്ടാ നോക്കണ്ടേ, നിങ്ങൾ പറ. ഗൈസ് അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ ഏതൊക്കെ ആക്ടേഴ്സിന്റെ ഫ്രീ ഫയർ അക്കൗണ്ട് ഇൻസ്പെക്ട് ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യട്ടെ. ഇതുകൊണ്ടൊന്നും തീർന്നിട്ടില്ല ഈ ഒരു പാർട്ട്. സോ ഇനിയും വീഡിയോ വേണമെന്നുള്ളവർ കമന്റ് ബോക്സിൽ നിങ്ങളുടെ നെക്സ്റ്റ് ഫേവറേറ്റ് ആക്ടേഴ്സ് ആരൊക്കെയാന്ന് കമന്റ് ചെയ്യുക. നമ്മൾ കിണ്ണനായിട്ട് വീഡിയോ ഒക്കെ ആയിട്ട് വരുന്നതാണ്. സോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാമെന്ന പ്രതീക്ഷയോടെ ഇറ്റ്സ് മീ AK ഗെയിമിംഗ് സോൺ സൈനിങ് ഓഫ്. ബൈ ഗൈസ്, ലവ് യു ഓൾ, പീസ് ഔട്ട്.